യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കളികൾക്കിടയിലുള്ള സമയം ടീം അംഗങ്ങൾ വട്ടത്തിൽ കൂടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തായിരിക്കും അവർ തമ്മിൽ പറയുന്നത്? ഹാഫ് ടൈം കഴിഞ്ഞു, ഇനിയത്തെ പകുതി സമയത്തേക്ക് പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനും ഊർജം പകരാനും തിരുത്താനുമൊക്കെയുള്ള സംസാരമാണ് അവർ തമ്മിൽ. ഇതവർക്ക് അടുത്ത പകുതി കളിക്ക് വളരെ ഗുണം ചെയ്യും, വിജയം നേടുവാനും സഹായിക്കും. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് എന്തു സംഭവിച്ചു? ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 51 മുതൽ 53 വരെ വായിക്കുമ്പോൾ അവർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 12 മുതൽ 14 വരെ വായിക്കുമ്പോഴും നമുക്ക് ഈ സംഭവം കാണുവാൻ കഴിയും. യേശുവിൻ്റെ സ്വർഗാരോഹണം അവർ നേരിട്ട് കണ്ടു. അതിൻ്റെ സന്തോഷവും അന്താളിപ്പും വിസ്മയവുമൊക്കെ അവരുടെ മുഖത്തുണ്ട്. മാത്രമല്ല, 2 ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു: അവൻ സ്വർഗത്തിൽ പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന്. ആകെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ. അവർക്ക് ഇതെല്ലാം ഉണ്ടായി. 3 കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഇന്ന് ചിന്തിക്കാം. അവർ എവിടേക്ക് പോയി എന്നും അവർ ആരൊക്കെ ആയിരുന്നു എന്നും അവർ എന്ത് ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, അവർ മടങ്ങിപ്പോയത് യെരുശലേമിലേക്ക് ആയിരുന്നു. ഒലിവുമലയിൽ നിന്ന് ഒരു ശബ്ബത്ത് വഴി ദൂരമുള്ള യെരുശലേമിലേക്ക് പോയി എന്ന് ലൂക്കോസ് വ്യക്തമായി പറയുന്നു. സാധാരണയായി ശബ്ബത്ത് ദിവസം യഹൂദന്മാർക്ക് കഠിന വേലകളൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ചില പ്രത്യേക കാര്യത്തിനായി 2000 മുഴം യാത്ര ചെയ്യാം എന്നത് അവർക്ക് അനുവദനീയമായ യാത്രാ പരിമിതിയായിരുന്നു. യെരുശലേമിൽ മർക്കോസിന്റെ മാളിക മുറിയിലാണ് അവർ കൂടിയിരുന്നത് എന്ന് തെളിവുകൾ പറയുന്നു. ഈ മാളിക മുറിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ വെച്ചാണ് യേശുവും ശിഷ്യന്മാരും അത്താഴം കഴിച്ചതും പുതിയ ഉടമ്പടിയിലേക്ക് കയറിയതും. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് യേശു ഉയർത്തതിന് ശേഷം പലവട്ടം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് യേശു പറഞ്ഞതനുസരിച്ച് അവർ ആ മാളിക മുറിയിൽ തന്നെ ആയിരുന്നു. നഗരത്തിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ ശിഷ്യന്മാർ തയ്യാറായി. അവർ അനുസരിക്കാൻ തയ്യാറായി. നാം എല്ലാവരും യൂബർ, ഗ്രാബ് എന്നീ ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യാറുണ്ടല്ലോ. അതിൽ ഇപ്പോൾ ആയിരിക്കുന്ന ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് മാത്രമേ ടാക്സി വരികയുള്ളൂ. ലൊക്കേഷൻ മാറിയാൽ ആകെ കൺഫ്യൂഷനായി അവസാനം ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ആയതുപോലെ കർത്താവ് പറഞ്ഞ ലൊക്കേഷൻ യെരുശലേമിലെ മാളിക മുറി. ഈ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പോകുന്ന വഴിയിൽ ഇവർ എന്തായിരിക്കും തമ്മിൽ പറഞ്ഞത്? എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ വഴിയിൽ വാദിച്ചും തർക്കിച്ചും പോയതായി നമുക്കറിയാം. യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി പലർ പറഞ്ഞ പല അറിവുകൾ, ഇതൊന്നും അവർക്ക് 100% ഉറപ്പില്ലാത്ത കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. അവർ വ്യക്തമായി കണ്ടു യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അവരുടെ കാഴ്ചയ്ക്ക് മറയും വരെ അവർ അത് കണ്ടു. അതുമാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാരും അവരോട് വ്യക്തമായി സംസാരിച്ചു. ഇപ്പോൾ അവർക്ക് സംശയിക്കേണ്ട കാര്യം ഒട്ടുമില്ല. ആശയക്കുഴപ്പങ്ങളില്ല, ആശങ്കകളില്ല. പൂർണ്ണമായി വ്യക്തമായി അവർ സ്വർഗാരോഹണത്തിന് സാക്ഷികളായി മാറി. ഇനി താൻ വരും എന്ന ഉറപ്പ് ലഭിച്ചു. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാൻ അവർ അത്യന്തം ആവേശഭരിതരായി. പ്രത്യാശ വർദ്ധിച്ചു, വിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അറയിൽ കയറി വാതിലടച്ച് ഭയപ്പെട്ടിരുന്ന അവർ ഇനി മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. രണ്ടാമതായി, അവർ ആരൊക്കെ ആയിരുന്നു എന്ന് നോക്കാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഇതിനകം തൂങ്ങി മരിച്ചിരുന്നു. പിന്നെ 11 ശിഷ്യന്മാർ, ചില സ്ത്രീകൾ, അമ്മയായ മറിയ, യേശുവിൻ്റെ സഹോദരന്മാർ എന്നിവരായിരുന്നുവെന്ന് 14 വാക്യം പറയുന്നു. ഇവർ മാത്രമായിരുന്നോ? അല്ല. 72 ശിഷ്യന്മാരുണ്ടായിരുന്നോ? അറിയപ്പെടാതെ പോയ ശിഷ്യന്മാരുണ്ടായിരുന്നോ? പേരെഴുതാത്തവരൊക്കെ കാണും. എന്നാലും പെന്തക്കോസ്ത് നാളിൽ 120 പേരുണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഒരു മനസ്സുള്ളവരായിരുന്നു. സ്വർഗത്തിലേക്ക് യേശു പോയതിന് സാക്ഷികളായിരുന്നു അവരെല്ലാവരും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കാൻ തയ്യാറായവരായിരുന്നു അവരെല്ലാവരും.
കർത്താവ് പോയതുപോലെ വീണ്ടും വരും എന്ന ഉറപ്പ് പ്രാപിച്ച വ്യക്തികളായിരുന്നു അവരെല്ലാവരും. മാത്രവുമല്ല, തങ്ങളുടെ യേശു വാഗ്ദത്തം ചെയ്ത മെശിഹ ക്രിസ്തു തന്നെ എന്നവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പ്രവാചകന്മാർ പറഞ്ഞ മെശിഹ തന്നെ എന്നവർ ഉറച്ച് വിശ്വസിച്ചു. കഴിഞ്ഞ 3.5 വർഷം യേശുവിൽ നിന്ന് കേട്ടതും കണ്ടതുമെല്ലാം അവർക്ക് ഒരുപോലെ സംസാരിക്കാൻ പറ്റുമായിരുന്നു. യേശു പഠിപ്പിച്ചതെല്ലാം എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുൾപ്പെടെ എന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവനെന്ന തർക്കം അവരിൽ ഇപ്പോൾ ഇല്ലായിരുന്നു. ഒരുക്കപ്പെട്ട ഒരു കൂട്ടം ജനം യേശു പറഞ്ഞത് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ കഴിയൂ എന്നവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. തങ്ങൾ അശക്തരെന്നും ബലഹീനരെന്നും പാപികളുമാണെന്നും അവർക്കറിയാമായിരുന്നു. എങ്കിലും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ തങ്ങൾക്ക് ഈ ലോകത്തെമ്പാടും പോയി യേശുവിൻ്റെ സാക്ഷികളാകാൻ കഴിയുമെന്ന ഉറപ്പ് ആ കൂടിയിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. മൂന്നാമതായി അവർ പ്രാർത്ഥിച്ചു. പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ യോഗമായിരുന്നു അത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഗെത്സമനയിൽ യേശു തങ്ങളോട് 1 മണിക്കൂർ നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ 3 ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിട്ടും അവർ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നാൽ ഇവിടെ 1 മണിക്കൂറല്ല, ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറായി. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അതെ, പരിശുദ്ധാത്മാവെന്ന ശക്തി ലഭിക്കേണ്ടതിനായി പിതാവിനോട് അവർ ഐക്യത്തോടെ പ്രാർത്ഥിച്ചു. വ്യക്തമായ പ്രാർത്ഥന, അവരെല്ലാവർക്കും ഒരേ വിഷയം മാത്രം, പരിശുദ്ധാത്മാവിനെ പകരണമേ. ഇന്നത്തെ നമ്മുടെ യോഗങ്ങളെല്ലാം തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിനാണ്. പരിശുദ്ധാത്മ നിറവിനായോ ആത്മീയ വരങ്ങൾക്കായോ നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ആ ഒരു ആവശ്യബോധം നമുക്കുണ്ടോ? ഭാരങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങൾ വരുമ്പോൾ മാത്രമേ നാം പ്രാർത്ഥിക്കാറുള്ളൂ. എന്നാൽ വാസ്തവമായി ഒരുമനപ്പെട്ട് പരിശുദ്ധാത്മാവിനായി നാം കാത്തിരുന്നാൽ തീർച്ചയായും തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ അധികം തരും എന്നതിൽ സംശയമില്ല. ആയതിനാൽ ആദിമസഭയിൽ എങ്ങനെ ഒരുമനപ്പെട്ട പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിച്ചോ അതുപോലെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കൂട്ടായ്മക്കാർക്കും ഒരുമിച്ചിരുന്ന് ഒരു മനസ്സോടെ ആത്മാഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.